Hi friends, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു KFC ചിക്കനാണ് ഉണ്ടാക്കുന്നത്. വീട്ടിൽ നിസ്സാരമായ കുറച്ച് ചെറിയ സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു KFC ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. ആവശ്യമുള്ള സാധനങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം നമുക്ക് ചിക്കൻ കഴുകാം. നമ്മൾ ഒരു കോഴിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഏകദേശം ഇത് തൂക്കിയപ്പോൾ 2.25 കിലോ അടുപ്പിച്ചുണ്ടായിരുന്നു. ഇത് ഏകദേശം ഒരു 2 കിലോ അടുപ്പിച്ച് ഇറച്ചി കാണും. നമുക്കിത് കഴുകിയെടുക്കാം. നമ്മൾ ചിക്കൻ 2-3 വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. നമുക്കിനി ഇതിൽ വരയിടണം. എന്നാലേ മസാലയും ഉപ്പും ഒക്കെ നന്നായിട്ട് കഷ്ണത്തിൽ പിടിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് വരയിടാം. നമ്മളപ്പോൾ ഈ ചിക്കനിൽ വരയ്ക്കാൻ പോവുകയാണ്. ഇതേപോലെ എല്ലാ പീസിലും നമ്മൾ വരയ്ക്കണം. എന്നാലേ മസാലയും ഉപ്പും ഒക്കെ എല്ലാം നന്നായിട്ട് പിടിക്കത്തുള്ളൂ. നമ്മൾ മസാല ഉണ്ടാക്കാൻ പോവുകയാണ്. അതിൽ ആദ്യം നമ്മൾ 1/2 കിലോൻ്റെ മൈദേൻ്റെ പാക്കറ്റാണ് ഇത്. അതിൽ നമ്മൾ മുക്കാൽ മൈദ നമ്മൾ ഇടാൻ പോവുകയാണ്. 1/4 മൈദ ഇട്ടു. അടുത്തത് കോൺഫ്ലവറാണ് ഇടുന്നത്. ഏകദേശം ഒരു 6 ടേബിൾ സ്പൂൺ വരും ഇത്. കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് അടുത്തിടുന്നത്. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതും 1 ടേബിൾ സ്പൂൺ മുളക് പൊടി നമ്മളിട്ടു. ഇത് ഗരം മസാലയാണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ടു. ഉപ്പ് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ ഇപ്പോൾ ഇട്ടിട്ടുള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ പിന്നെ നമുക്ക് ഇടാം. ഇനി അടുത്ത് നമ്മൾ മിക്സ് ചെയ്യുകയാണിത് നന്നായിട്ട്. നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇറച്ചി ഇടാൻ പോവുകയാണ്. നമ്മൾ ഈ ലിവർ ആവശ്യമില്ല. നമ്മൾ നമ്മൾ മിക്സ് ചെയ്ത മസാലയിലോട്ട് ഇടുകയാണ് കഷ്ണങ്ങളെല്ലാം. എന്നിട്ട് നന്നായിട്ട് നമ്മൾ കുഴയ്ക്കുകയാണത്. നന്നായിട്ട് മസാല പിടിക്കാനാണ് നമ്മൾ നന്നായിട്ട് കുഴയ്ക്കുന്നത്. നമ്മൾ മിക്സിയിൽ ജാറിലിട്ട് വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മിക്സ് നമ്മൾ ഈ ഇറച്ചിയിലേക്ക് ഇടുകയാണ്. നന്നായിട്ട് എന്നിട്ട് മിക്സ് ചെയ്യണം. എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം. അടുത്ത് നമ്മൾ മുട്ടയാണ് ഇടുന്നത്. ഇതിലേക്ക് നമ്മൾ 2 മുട്ടയാണ് പൊട്ടിച്ചിടുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിൻ്റെ മസാലയും ഈ വെളുത്തുള്ളി കൊച്ചുള്ളി മിക്സും ഈ മുട്ടേൻ്റെ പേസ്റ്റും ഇതെല്ലാം നന്നായിട്ട് പിടിക്കുന്നവരെ നമ്മളിത് മിക്സ് ചെയ്യണം. ഈ മസാല നമ്മൾ നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് നമ്മൾ ഏകദേശം ഒരു മണിക്കൂറോളം നമ്മളിത് പുറത്ത് വയ്ക്കുകയാണ്. എന്നാലേ ഇത് ഉപ്പും മസാലയൊക്കെ നന്നായിട്ട് കഷ്ണത്തിൻ്റെ അകത്തൊക്കെ കയറി സെറ്റ് ആവുള്ളൂ. അപ്പം 1 മണിക്കൂറിന് ശേഷം നമുക്ക് ചിക്കൻ പുറത്തെടുക്കാം. ഓക്കെ, നമ്മളപ്പോൾ കത്തിക്കാൻ പോവുകയാണ്. നമ്മൾ കർപ്പൂരം ഒഴിച്ച് കത്തിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ പാത്രം വെച്ചു. പാത്രം ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കേരയാണ് ഉപയോഗിച്ചത്. ഈ പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് ഓട്സ് പൊട്ടിച്ചിടാം. നമ്മൾ ഇത് ഓട്സിലേക്ക് മുക്കിയ ശേഷം ഓട്സിൽ നന്നായിട്ട് ഇതാവണം. എന്നാലേ ഒരു KFCൻ്റെ ഒരു ഇതാവത്തുള്ളൂ. മുക്കിയ ശേഷം നമ്മൾ ചൂട് എണ്ണയിൽ ഇട്ട് കൊടുക്കും. ഇതേപോലെ എല്ലാ പീസും നമ്മൾ ഇതേപോലെ ഇട്ട് കൊടുക്കും.
ഏകദേശം സെറ്റായിട്ടുണ്ട്, നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി ഗ്യാസിലോട്ട് മാറ്റാം. നമ്മളെല്ലാം പൊരിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ KFC റെഡിയാണ്. ഇനി നമുക്ക് കഴിച്ചു നോക്കാം. വരി വാ, കഴിക്കാം വാ. അടിപൊളി കിടിലം. നമുക്കിനി മയണൈസ് മുക്കി തിന്നുമ്പോൾ കുറച്ചും കൂടി കിടിലായിരിക്കും. ഓക്കെ, മയണൈസ് മുക്കി തിന്നാം. ഓക്കെ, നമ്മളിപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ടൊമാറ്റോ സോസും ഇപ്പോൾ ഉണ്ടാക്കിയ മയണൈസുമാണ്, രണ്ടും കൂടെ മിക്സ് ഇട്ട് അടിക്കുക. അടിപൊളി, സൂപ്പറാണ്. നിങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്യണം, കഴിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. അപ്പോൾ ഇനിയൊരു റെസിപ്പി ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. ഗുഡ് ബൈ ഫ്രം ജിതിൻ. ബൈ. എങ്ങനെയുണ്ട് അളിയ കിച്ച്? എങ്ങനെയുണ്ട്? അപ്പോൾ ശരി, എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്.